ああなると何して勝つかわからないからな。മനസ്സിലായ? ഇല്ല. കണ്ടു. ഇതിന്റെയൊക്കെ അർത്ഥം അത് കണ്ടാലേ മനസ്സിലാവും. അല്ല അതല്ല, നീ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം. അവക്ക് ഇത് കാണുന്നവരെ ഇഷ്ടവും. മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളെ. ഇറ്റാച്ചി വരാണോ അറിയോ? അതെന്തൊരു ചോദ്യോടാ, അതാരെങ്കിലും മറക്കൂ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത് കണ്ണടച്ചളയോ, എനിക്കിത് കണ്ടുകൂടി. അങ്ങനെയാണെങ്കിൽ നീ ഇറ്റാച്ചിയുടെ ശക്തികൾ പറഞ്ഞാണ്. ഇറ്റാച്ചിയുടെ പവറുകളാ: മരം പുഴവും, കുഴിയെടുക്കും, മണ്ണുവാരും, മണലുവാരും, വീടിടിക്കും, വീട് പൊളിക്കും, മണ്ണിടിക്കും, കൊഴിയെടുക്കും, കടമെടുക്കും, ചുമടെടുക്കും. ഇത്രയൊക്കെ ചെയ്യുന്ന ഇറ്റാച്ചി നമുക്ക് അറിഞ്ഞൂടെ? ഇത് പെട്ടെന്ന് കണ്ടുതീർക്കാൻ പറ്റിയ അനിമ വല്ലതും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു. അതൊന്നും പെട്ടെന്ന് കണ്ടുതീർക്കാനൊന്നും പറ്റത്തില്ല. എടാ അങ്ങനെയല്ല, ഇത് വലിയ കുഴപ്പിക്കാത്ത അനിമയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ടോമാഞ്ചേരി വരുന്ന കാണാം. നീ വല്ലതും ഉണ്ടെങ്കിൽ നീ ടെലിഗ്രാം അയച്ചു എന്നിട്ട് സംസാരിക്കാൻ സമയമില്ല. പിന്നീടേ യോഗ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേരാ കേട്ടാ. ഓക്കെ ശരി. നിന്റെ പെണ്ണ് സീരീസ് ഒക്കെ കാണും. ചന്ദനമഴ, കുങ്കുമപ്പൂവ്, തൂവൽ സ്പർശം. ഞാൻ സൂര്യനെ പോലെ ആവണമെന്നാണ് അവളെ ആഗ്രഹം. ഞാൻ കരുന്ന് പുറത്തെവിടെയും പോയിട്ട് ജാപ്പനീസ് പിടിച്ചിട്ട് വരാം. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് അറിയാമോ? 25 ഞാൻ അവളെ വിളിക്കാൻ പ്രാപ്തനായോ? ഉറപ്പായി ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് നീ. ഞാൻ വിളിക്കട്ടെ? വിളിച്ചു. ഹലോ ഹലോ, ആരാണ്? ഇറ്റാച്ചി. പപ്പിക്കുട്ടി പറഞ്ഞ പോലത്തെ ഇറ്റാച്ചി. അയ്യോ, ഇയാളെ കൊണ്ടത് മോളല്ലേ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരാളാണോ? എടോ, അത് ഞാൻ അപ്പോഴത്തേക്ക് പറഞ്ഞു നടത്താൻ ഒഴിയാൻ വേണ്ടി ഒന്ന് പോയെടുത്താൻ. ഈ ഒരു വാക്കേട്ട നീ ഞെട്ടും. എന്തിനായി ഇടി? ഇടിയപ്പോ? ഒരു ഇടിയപ്പോ അല്ല, വായിക്കാന്നാണ് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല. ഡാ, ദേ, ഇറ്റാച്ചി